മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയ് മാസം ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു അവസരം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 കൂടെ നോക്കുകയാണെങ്കിൽ 4000+ നിയമനങ്ങൾ. ഈ 4000+ നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നിയമനമല്ല. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ പോലും 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും നിയമനങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അടുത്ത നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, നിയമനം കുറയാൻ സാധ്യതയില്ല. കാരണം KSFEയുടെ നിലവിലെ പ്രഖ്യാപിത ലക്ഷ്യം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ നിലവിലെ KSFE നോക്കുകയാണെങ്കിൽ 600 ചില്ലുമാനം ബ്രാഞ്ചസ് ആണ് ആകെയുള്ളത്. 640 എത്രയാണെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം 941 ബ്രാഞ്ചുകളിലായിട്ട് ഉയർത്തുക. മാത്രമല്ല 1 കോടി കസ്റ്റമേഴ്സിലേക്ക് എത്തുക. ഇപ്പോൾ 59 ലക്ഷം ആൾക്കാരിലേക്ക് മാത്രമേ KSFE എത്തിയിട്ടുള്ളൂ. പക്ഷെ അവരുടെ 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, 1 കോടി കസ്റ്റമേഴ്സിൽ എത്തിക്കുക. 2, അവർക്ക് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നിയമനം കുറയാൻ സാധ്യത വളരെ കുറവാണ്. അതായത് നിയമനം കുറയാൻ സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഇപ്പോൾ LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, ദെൻ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ബാക്കി എല്ലാ പരീക്ഷകളും ഓരോ റാങ്ക് ലിസ്റ്റ് കഴിയും തോറും നിയമനം കുറയുമ്പോൾ എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഇത്രമാത്രം നിയമനം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ ഇതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ടെക്നോളജി നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ LDC നിയമനം കുറവാണ്. അത് ഉറപ്പായിട്ടും കൂടേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു റീസൺ ടെക്നോളജിയിലെ ഇംപ്ലിമെന്റേഷൻ ആണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ട് ഇന്നൊരു ഗവൺമെന്റ് ഓഫീസിൽ പോവേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ പണ്ട് KSEBിയുടെ ബില്ല് അടച്ചിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടച്ചിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിന്റെ കരം തീർത്തിരുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വീടിന്റെ കരം നിങ്ങൾ തീർത്തത്? എല്ലാം ഫിസിക്കലായിട്ട് ഓഫീസിൽ പോയിട്ടാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെക്നോളജി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹ്യൂമൻ പവർ ഉറപ്പായിട്ടും കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ KSFEയെ സംബന്ധിച്ച് അതൊരു ധനകാര്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിനെ കുറയ്ക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത്രത്തോളം നിയമനങ്ങൾ, ഒരു 3500 ആ റേഞ്ച്, അല്ലെങ്കിൽ 4000 നിയമനങ്ങൾ, 3500 to 4000 നിയമനങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ആകെ 3,95,000 ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വെറും 3,95,000 ആൾക്കാർ. അതിനകത്ത് എനിക്ക് ഉറപ്പാണ് 3,50,000 പേരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ഇതിനകത്ത് ഒരുവിധം വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 45,000 ആൾക്കാരായിരിക്കും. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് മാക്സിമം പോയാൽ ഒരു 6,000 7,000 അത്രയും ആൾക്കാരായിരിക്കും നന്നായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങളോട് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ? ഒരു ദിവസം 7-8 മണിക്കൂർ പോട്ടെ, 6 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കുന്നുണ്ടോ? എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയാം ഉത്തരം ഇല്ല എന്നായിരിക്കും. അപ്പൊ ഭൂരിഭാഗം ആൾക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇനിയായിരിക്കും അവരെല്ലാം പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന. കാര്യം എക്സാം ഡേറ്റ് വന്നു, കൺഫർമേഷൻ വന്നു, അവരിനി അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ റേസിൽ ആരാണോ മുകളിലേക്ക് വരുന്നത്, ഓടിയെത്തുന്നത്, അവർ ഈ ജോലിയും കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഒരു 70 ദിവസം ഏറ്റവും ചുരുങ്ങിയതുണ്ട്. അപ്പൊ ഇനി 70 ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ചുരുങ്ങിയതുണ്ട്. ആ 70 ദിവസങ്ങൾ നിങ്ങൾ 6 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം മെയിൻസ് ഇതുവരെ ഒരാളും പഠിച്ചു തുടങ്ങിയിട്ടില്ല. കാര്യം മെയിൻസിന്റെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്താണെന്ന് സിലബസ് പോലും ആർക്കും അറിയത്തില്ല. സോ മെയിൻസ് ഇതുവരെ ആരും പഠിച്ചു തുടങ്ങിയിട്ടില്ല. എല്ലാവരും നിൽക്കുന്ന എവിടെയാണ്? പ്രിലിംസ് തന്നെയാണ്. സോ ഈ അവസാന 70 ദിവസം അവർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അവരുടെ റിസൾട്ട് മൊത്തം മാറും. ഇനി 5 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ട്രാറ്റജി പറഞ്ഞുതരാം. എല്ലാ ദിവസവും 5 മണിക്കൂർ മാറ്റിവെക്കാമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കാണുക. അല്ലാത്തവർക്ക് ഇത് കണ്ടിട്ടും ഒരു പ്രയോജനമില്ല. സോ അവിടെ നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോ. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസ് ആണ്. ഈ കാണുന്നതാണ് കൺഫർമേഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ മാർച്ച് 18 കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുവരെ കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുത്തോ. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ദെൻ SBCID, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലും അപ്പൊ എല്ലാവരും പറയും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം പഠിച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. അത് മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ അവിടെ മലയാളം 10 മാർക്കാണ്.
മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ മാത്സ് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ ഇത് മൂന്നും കൂടെ ആവുമ്പോൾ എത്ര മാർക്കായി? ഇത് മൂന്നും കൂടെ ആവുമ്പോൾ 50 മാർക്കായി. പിന്നെ അത് കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ആ ടോപ്പിക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണ്. സോ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ 10 മാർക്ക് കിടപ്പുണ്ട്. 10 മാർക്ക്. ഹിസ്റ്ററിയും അതേപോലെ 10 മാർക്കുണ്ട്. പക്ഷേ ഹിസ്റ്ററിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അങ്ങനെയല്ല. എല്ലാം കൂടെ നമ്മൾ നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരു 70 പേജേ വരത്തുള്ളൂ. ആ 70 പേജ് നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചാൽ അതിനകത്ത് ഈ 10ൽ ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം ആൾക്കാരും വീഴുന്നത് അവിടെ ആയിരിക്കും. പക്ഷെ അവിടെ ഒരു ഒരു നമ്മൾ വർക്ക് ചെയ്ത പോലെ ഇത്രയും പേജസ് നോട്ട് ഒന്ന് പഠിച്ചാലും നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് അവിടെ കയറ്റി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? ആ സ്ട്രാറ്റജി പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2 കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇതിൽ ഏത് കണ്ടീഷനിലാണ് വരുന്നത്? മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രിലിംസ് എക്സാമിന് 60+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ആ മാർക്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. എങ്കിൽ ദയവേത് ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി നന്നായിട്ടാണ് പോകുന്നത്, നല്ല മാർക്ക് മേടിച്ചാണ് പോകുന്നത്. സോ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതിൽ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും അത്രയും മാർക്ക് എല്ലാ എക്സാമിനും മേടിക്കാൻ പറ്റുന്നത്. ഇനി അതല്ല, നമുക്ക് ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല, നമുക്ക് മാർക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2 കണ്ടീഷൻസിൽ നിങ്ങൾ ഏത് ഫ്രെയിമിലാണ് നിങ്ങൾ വരുന്നത്? ഒന്ന്, കണ്ടീഷൻ നമ്പർ 1 ഇതാണ്: നിങ്ങൾ എപ്പോഴും ഒരു ലൂപ്പിലാണോ കിടക്കുന്നത്? ഒരു ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നു, ഇന്ന് പഠിച്ചു തുടങ്ങിയിട്ട് ഇന്ന് പഠിക്കും, നാളെ പഠിക്കും, മറ്റന്നാൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കും. അതിനുശേഷം വീണ്ടും ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ച് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരും, പിന്നെ പഠിക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ പഠിക്കാം, കുഴപ്പമില്ല, അടുത്ത എക്സാം പിടിക്കാം, അങ്ങനെ പറഞ്ഞ് നമ്മൾ തിരിച്ചങ്ങ് പോകും. അടുത്ത വീണ്ടും എന്തെങ്കിലും ഒരു അനക്കം വരുമ്പോൾ വീണ്ടും നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നിർത്തും, പിന്നെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. സോ എവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ നിങ്ങൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ആ പോയിന്റ് തന്നെ നിങ്ങൾ വന്ന് നിൽക്കും. ആ അവസ്ഥയിലാണോ നിങ്ങൾ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ 3 മാസം മുമ്പ് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ അറിയാമെന്നോ അത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാവൂ. അല്ലെങ്കിൽ 6 മാസം മുമ്പ് നിങ്ങൾക്ക് എത്ര അറിയാമോ അത്രയും മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാവൂ. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സീസണിലും കുറച്ച് ടോപ്പിക്കുകൾ മാത്രം പഠിക്കാൻ ശ്രമിക്കും, അവിടെ നിൽക്കും. വീണ്ടും ആ ടോപ്പിക്കുകൾ മാത്രം റീസ്റ്റാർട്ട് ചെയ്യും, അവിടെ നിൽക്കും. വീണ്ടും ആ ടോപ്പിക്കിൽ മാത്രം റീസ്റ്റാർട്ട് ചെയ്യും, അവിടെ നിൽക്കും. ആ കണ്ടീഷനിലാണ്. അതോ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്: ഒരു സ്വിങ്ങിങ് ചെയർ, ഇതേപോലെ ഒരു ആട്ട് കസേര എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആടുന്നുണ്ട്, ഇങ്ങനെ ആടി ആടി ഇരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം കഴിയുമ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം, എൻ്റെ വർക്ക് എന്താണ്? അതായത് കസേര ഒരടിയെങ്കിലും മുമ്പോട്ട് നീങ്ങിയോ? നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആടുന്നുണ്ട്, പക്ഷേ എത്ര അടിയിട്ട് പോലും കസേര ഒരടി പോലും മുമ്പോട്ട് നീങ്ങുന്നില്ല. അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. എത്ര പഠിച്ചിട്ടും നമ്മുടെ മാർക്ക് കയറുന്നില്ല. എത്ര അങ്ങോട്ട് പഠിച്ചിട്ടും ഡിപ്രഷൻ അല്ലാതെ മാർക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഒരു ഡിപ്രഷൻ അല്ലാതെ വേറെ ഒന്നും മനസ്സിനകത്ത് വരുന്നില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല, ആ ഒരവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതിയായ ആഗ്രഹം നിങ്ങൾക്കൊണ്ട് എക്സാം പിടിച്ചേ പറ്റത്തുള്ളൂ, പക്ഷേ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു ഒരു കണ്ടീഷനുകൾ പറഞ്ഞുതരാം. ഇപ്പോൾ ചില ഓഫ്ലൈൻ അക്കാഡമീസ് ആണെങ്കിൽ അവരുടെ റാങ്ക് ഫെയിലിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ റാങ്ക് ഫെയിലിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു പുതിയ റാങ്ക് ഫെയിലൊക്കെ നോക്കുകയാണെങ്കിൽ 3 വോളിയം കാണും, പ്രത്യേകിച്ച് ഡിഗ്രിയിൽ ഒരു 10,000-3000 പേജും കാണും. ഓക്കെ, ഒരു ദിവസം 6 മാസം കൊണ്ട് അവർക്ക് എന്തായാലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട്, ഇപ്പോൾ ഇനി അങ്ങോട്ട് 2.5 മാസം കൊണ്ട് അവർക്ക് ഒരു ക്രാഷ് സ്റ്റാർട്ട് ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ദിവസം അവരെന്ത് ചെയ്യുന്നു? ആദ്യത്തെ ദിവസം ആദ്യത്തെ 50 പേജിൻ്റെ പഠിച്ചുകൊണ്ട് വരാൻ പറയും, അതിൻ്റെ ടെസ്റ്റ്. രണ്ടാമത്തെ ദിവസം അടുത്ത 50 പേജ് പഠിച്ചിട്ട് വരാൻ പറയും, അതിൻ്റെ എക്സാം. മൂന്നാമത്തെ ദിവസം അടുത്ത 50 പേജ് പഠിച്ചിട്ട് വരാൻ പറയും, അതിൻ്റെ എക്സാം. അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് പഠിക്കുന്നതെല്ലാം 3 ദിവസം കഴിയുമ്പോൾ മറക്കുന്നു. ഓക്കെ, മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത മറവിയാണ്, മറന്നു പോകും. ഓക്കെ, അത് ഒരു കണക്കിന് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം നടക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം നടന്നാൽ നമുക്ക് മറവി എന്നൊരു സാധനം ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ ഓർത്തങ്ങിയിരിക്കും. നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. മൊത്തം അങ്ങനെ ആയിപ്പോവും. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ദൈവം മനുഷ്യർക്ക് വന്നൊരു അനുഗ്രഹം കൂടെയാണ് മറവി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ ഒരു റാങ്ക് ഫെയിലിന് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസം പഠിച്ചു പോകുന്നു, പക്ഷേ നമുക്കൊരിക്കലും റിസൾട്ട് കിട്ടുന്നില്ല. ആ കണ്ടീഷനിലാണ്. അതും ആവശ്യമില്ലാത്ത കുറേ ടോപ്പിക്കുകൾ പഠിച്ച്
നിങ്ങൾ നിങ്ങളുടെ സമയം കളയണം. നിങ്ങൾക്ക് ഒരിക്കലും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ടോപ്പിക്കിൽ നിന്ന് ക്ലാസ് ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കും, അതിനെ പഠിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അതിൻ്റെ പ്രോപ്പർ മെറ്റീരിയൽ കിട്ടുന്നില്ലായിരിക്കും. ആ ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത്? ഏത് അവസ്ഥയിലായാലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു സ്ട്രക്ചറിലേക്ക് നമുക്ക് മാറുക. അപ്പോൾ നല്ലൊരു സ്ട്രക്ചറിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ടൊരു സമയമില്ല, പരീക്ഷിക്കാൻ നമുക്കൊരു സമയമില്ല. ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് ദിവസങ്ങൾ അത് പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തോളാം. അതായത് സ്ട്രാറ്റജി ഇതാണ്. ഫസ്റ്റ്, എല്ലാ ദിവസവും നിങ്ങൾ 5 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഒന്ന്, അഫർമേഷൻ. അഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സ്റ്റേ ഹൈ ആയിട്ട് നമുക്ക് നിൽക്കണം, സ്റ്റേ മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ ഇന്നത്തെ ആവേശം നാളെ കഴിഞ്ഞ് പോയിട്ട് ഒരു ഗുണവും ഇല്ല, നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ ഈ അഫർമേഷൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു 15 മിനിറ്റ്, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു 15 മിനിറ്റ് നിങ്ങളിങ്ങനെ 2027 ജോലിക്ക് പോകുന്ന രംഗം സ്വപ്നം കാണുക, ജോലി ചെയ്യുന്ന രംഗങ്ങൾ സ്വപ്നം കാണുക, ഒരു ഓഫീസിൽ നിങ്ങൾ ഇരിക്കുകയാണ് അത് സ്വപ്നം കാണുക, അതിനുശേഷം ശമ്പളം കിട്ടുന്ന രംഗങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന രംഗങ്ങൾ സ്വപ്നം കാണുക. ഒരു വീട് വയ്ക്കുന്നു, ഒരു വണ്ടി മേടിക്കുന്നു, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യുന്നു, അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഒരു കടയിലൊക്കെ പോകുമ്പോൾ, ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാലൻസ് നോക്കാതെ, അക്കൗണ്ട് ബാലൻസ് നോക്കാതെ നമുക്കൊരു ഷർട്ട് എടുക്കാൻ പറ്റുന്നു, ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നു, അമ്മയും അച്ഛനെയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ എല്ലാ മാസവും അമ്മയ്ക്കും അച്ഛനും ഒരു ചെറിയൊരു എമൗണ്ട് മാസം 1-ാം തീയതി നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നു. ആ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നന്നായിട്ടും എല്ലാ ദിവസവും മനസ്സിനകത്ത് വിഷ്വലൈസ് ചെയ്യുക. അതായത് എപ്പോഴും ലൈഫിൽ വിജയിച്ചവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. ലൈഫിൽ വിജയിച്ചവരെല്ലാം പറയുന്നത് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സ്വപ്നം കാണുന്നത്, എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ സാധനങ്ങൾ മാത്രമേ നമ്മൾ നേടത്തുള്ളൂ. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഭാവിയെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് വരുന്നത്. അയ്യോ, ജോലിയൊന്നുമില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു വിഷ്വലാണ് നമ്മുടെ മനസ്സിനകത്ത് വരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടേ പോകത്തുള്ളൂ. അത് പ്രപഞ്ചം അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 10 വർഷം മുമ്പ്, ചിലപ്പോൾ അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തത് അങ്ങനെയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പേടിച്ചാണ്, അയ്യോ ഞാനിങ്ങനെ പോയാൽ ഒന്നും ആവത്തില്ല. അങ്ങനെയൊക്കെ നമ്മളന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിനപ്പുറം ഇപ്പോഴും നിങ്ങൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്, ഒരിക്കലും മേലോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യണം, നമ്മളെ ഒന്ന് വിശ്വസിക്കണം. നമുക്ക് ആ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റണം. നമ്മൾ എന്ത് വിചാരിക്കുന്നു, എന്താഗ്രഹിക്കുന്നു, അത് മാത്രമേ നടക്കത്തുള്ളൂ. ലോകം അതിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. അതാണ് പ്രപഞ്ച സത്യം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സൂപ്പർ നോട്ട്സിൻ്റെ കേസ് ഓണസ്റ്റായിട്ട് ഞാൻ പറയാം. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രംഗം ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, സൂപ്പർ നോട്ട്സ് ഇത്രയും കുട്ടികളാവുന്നു, സൂപ്പർ നോട്ട്സ് 2 വെർട്ടിക്കലായിട്ട് മാറുന്നു, SSC RRB ആയിട്ട് മാറുന്നു, PSC ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് അവിടെ ഏറ്റവും മേലിലേക്ക് പോകുന്നു. ഞാൻ ഇത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വിഷ്വലൈസ് ചെയ്ത സാധനമാണ്. അന്ന് എൻ്റെ ഫ്രണ്ട്സിനോട്, ബാക്കി ഞാൻ ചിലപ്പോൾ വളരെ അടുത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇതാണ്, ഇവിടേക്കാണ് എനിക്ക് എത്തേണ്ടത്, കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അതേപോലെയാണ് നമ്മൾ എന്താഗ്രഹിക്കുന്നോ ഈ പ്രപഞ്ചം മൊത്തം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് നമ്മളെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പോൾ അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്നത് പേടിയാണോ, നെഗറ്റീവാണോ, നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും. നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ ഈശ്വര ഇന്നത്തെ ദിവസം പോയി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വീണ്ടും എന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അന്ന് പന്ന കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ, മോശം കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. സോ അഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം, എൻ്റെ ഫ്യൂച്ചർ 2027 ആ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട മക്കളെ, ഏറ്റവും പോസിറ്റീവായിട്ട് കാണാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ഒരു സാധനം എഴുതിയിട്ടാൽ മതി. അതായത് എപ്പോഴെങ്കിലും നിങ്ങൾ രാവിലെ ജീവിതം തളരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ വിഷമം വരുമ്പോൾ, നിങ്ങൾ എഴുതിയിടുക 2027 ഒന്ന് എഴുതിയിട്ട് അതിലേക്കൊന്ന് നോക്കിയിരുന്നാൽ മതി. നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്ന വർഷമായിരിക്കും. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഈ സാധനം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. ക്ലിയർ ആണ് ഇതിൻ്റെ ലക്ഷ്യം, ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. 2, നമ്മൾ ഒരു പുതിയ ടോപ്പിക്ക് മസ്റ്റായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു പുതിയ ടോപ്പിക്ക് മസ്റ്റായിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കണം? പുതിയ ടോപ്പിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി, തീരും, ഇനി ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. മക്കളെ, ഈ ഡിഗ്രി പ്രിലിംസിന് ഹോട്ട് ടോപ്പിക്സ് എടുത്താൽ 50 ടോപ്പിക്കിലേ വരുന്നുള്ളൂ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 50 ടോപ്പിക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നുള്ളൂ. എപ്പോഴും ആവർത്തിക്കുന്ന 2021 മുതൽ 2025 വരെ നോക്കുകയാണെങ്കിൽ 13 ഡിഗ്രി പ്രിലിംസ് എക്സാമാണ് നടന്നത്. അതിനകത്ത് ഏറ്റവും അധികം നമ്മുടെ റിപ്പീറ്റ് ചെയ്ത 50 ടോപ്പിക്കേ ഉള്ളൂ.
ആ 50 ടോപ്പിക്ക് പഠിച്ചാൽ ഈ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. അപ്പോൾ 70 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 20 ടോപ്പിക്കുകൾ നമുക്ക് എക്സ്ട്രായും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ആവറേജ് ഇരുന്നത് ചില ദിവസങ്ങൾ ചില ടോപ്പിക്ക് വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജോഗ്രഫിയിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്നൊരു ടോപ്പിക്ക് ഞാൻ എടുക്കാം. സ്ട്രക്ചർ ഓഫ് എർത്ത് ചെറുതാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതേസമയം ഹിമാലയസ് എടുക്കുകയാണെങ്കിലോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഒരു ടോപ്പിക്ക് മിനിമം വെച്ച് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ എളുപ്പമുള്ള ടോപ്പിക് ആണെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ, ഒരു ദിവസം 2 മണിക്കൂർ, 2 മണിക്കൂർ മിനിമം ഒരു പുതിയ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. ക്ലിയർ ആണ്? അതായത് നിങ്ങൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, 15 മിനിറ്റ് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നു, 2 മണിക്കൂർ നിങ്ങൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു 4 ടോപ്പിക്ക് അല്ലെങ്കിൽ 5 ടോപ്പിക്കിന് നമുക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റണം. റിവിഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറുന്നു. അതങ്ങനെയാണ്. അപ്പോൾ ഈ പഠിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ പുറകിലെ സപ്പോർട്ട് എന്താണ്? ഈ പഠിച്ച കാര്യങ്ങൾ മൊത്തം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഒരു ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ഈ വരാൻ പോകുന്ന, അതായത് മാർച്ച് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ബാച്ചിൽ, അല്ല എങ്കിൽ നമ്മുടെ നിലവിലുള്ള ഡിഗ്രി ലെവൽ ബാച്ചസിനെല്ലാം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു റിവിഷൻ ഷീറ്റാണ്. അപ്പോൾ റിവിഷൻ ഷീറ്റിൻ്റെ ലക്ഷ്യം ഇതാണ്. ഫസ്റ്റ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്തൊരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനുള്ള ടോപ്പിക് ഏതാണ്? ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എഴുതി. അടുത്ത ഫസ്റ്റ് റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഡേറ്റും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്താം. ഇന്ന ഡേറ്റിന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് പഠിച്ചൊരു ടോപ്പിക്ക് നിങ്ങൾ അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് റിവിഷൻ കൊടുക്കുകയാണ്. ഞാൻ മാർച്ച് 1 റിവിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, റിവിഷൻ 1 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് മാർച്ച് 10 ഞാൻ രണ്ടാമത്തെ റിവിഷൻ കൊടുക്കുകയാണ്. റിവിഷൻ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഒരു ഏപ്രിൽ 1 ഞാൻ നെക്സ്റ്റ് റിവിഷൻ കൊടുക്കുകയാണ്. ഏപ്രിൽ ഒരു 15 വീണ്ടും റിവിഷൻ കൊടുക്കുകയാണ്. ഏപ്രിൽ ലാസ്റ്റ് ഞാൻ വീണ്ടും റിവിഷൻ കൊടുക്കുകയാണ്. ഒരു ടോപ്പിക്ക് ഞാൻ 5 തവണ റിവിഷൻ കൊടുത്തു എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ നമ്പർ ഓഫ് റിവിഷൻസ് കൂടുമ്പോൾ നമുക്ക് റിവിഷൻ ടൈം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് ഒരു ടോപ്പിക്ക് നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റണം, റിവിഷൻ കൊടുക്കാൻ പറ്റണം. സോ ഒരിക്കലും റിവിഷൻ ടൈം ഒരു ടോപ്പിക്കിന് അരമണിക്കൂറിൽ കൂടുതൽ പോകരുത്. നമ്മുടെ മൈൻഡിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? സമാധാനത്തോടെ, വളരെ പീസായിട്ട് സമാധാനത്തോടെ വായിച്ച് ഇങ്ങനെ അങ്ങ് പോകണം. ഇതാണ് മനസ്സ് ആഗ്രഹിക്കുന്നത്. അവരെപ്പോഴും ഒരു സ്റ്റാറ്റിക് അവസ്ഥയിൽ നിൽക്കാനാണ് ആഗ്രഹം, അല്ലാതെ കുതിച്ച് മുന്നേറാനോ അല്ലെങ്കിൽ പിടിച്ചടക്കാനോ ഒന്നും നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരു ആഗ്രഹം വരത്തില്ല. അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? കംഫർട്ടാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വിചാരിക്കുന്ന അതൊക്കെ സമാധാനത്തോടെ വായിച്ച് പോകാം. പക്ഷേ ഇതിനെ നിങ്ങൾ പൊട്ടിക്കണം. ഒരു അരമണിക്കൂറെ നിനക്ക് ഈ ടോപ്പിക്ക് ഞാൻ തരത്തുള്ളൂ, വായിച്ച് തീർക്കാൻ തരത്തുള്ളൂ. ഓടിച്ച് വായിച്ച് തീർത്തു. അങ്ങനെ ഒരു 2-3 ദിവസം ആകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ആവും. വളരെ പെട്ടെന്ന് റിവിഷൻ നമുക്ക് തീർക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ ഉണ്ട്, ജോഗ്രഫി അതേപോലെ ഉണ്ട്, എക്കണോമിക്സ് അതേപോലെ ഉണ്ട്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതേപോലെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവിഷൻ അവിടെ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഒരു 4-5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് ഒരു ഉഴപ്പം പാടില്ല. റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയും? ആ റിവിഷൻ്റെ സമയം ഉണ്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്ക് പഠിച്ചൂടെ? മക്കളെ, ലൈഫ് ഇത്രയും കാലം എടുത്ത് നോക്കി എന്തെങ്കിലും മലമറിച്ചോ? ഒന്നുമില്ല. സോ നമുക്ക് വേണ്ട എന്താണ്? റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. സോ 4-5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ മസ്റ്റായിട്ടും കൊടുത്തോണ്ടിരിക്കുക. ഓടിച്ച് വായിച്ചങ്ങ് തീർക്കാം. അതിനുശേഷം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു POIQ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. സോ POIQ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഞാൻ നേരത്തെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നതിൽ മാത്സ് ഇംഗ്ലീഷ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാര്യം മാത്സ് ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ സമയം കണ്ടെത്തി പഠിക്കും. അല്ല എങ്കിൽ ഇതിൻ്റെ കൂടെ ഈ 2 മണിക്കൂറിൽ അതിനകത്ത് 1 മണിക്കൂർ മാത്സും ഇംഗ്ലീഷും നിങ്ങൾ എടുത്തു. മാത്സും ഇംഗ്ലീഷും ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ മലയാളം പറയുന്നില്ല, കാര്യം മലയാളം വൊക്കാബുലറിയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂർ മാത്സിനും ഇംഗ്ലീഷിനും ചേർത്ത് നിങ്ങൾ മാറ്റി വെച്ചു. ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിനകത്ത് സമയമെടുക്കാം. ഇപ്പോൾ ഒരു ദിവസം ടോപ്പിക്ക് പഠിക്കുക, പിറ്റേ ദിവസം POIQ ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് സമയമെടുക്കാം. പക്ഷേ മാത്സും ഇംഗ്ലീഷും ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ച് പതുക്കെ തീർത്തേ പറ്റത്തുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ POIQൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാം? എല്ലാ ദിവസവും നമ്മളൊരു POIQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമുക്കതിനകത്ത് ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാൻ പറ്റും, അല്ലേ? ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻസ് തീർക്കാം. അത് കഴിഞ്ഞ് മാത്സ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. മലയാളം വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇംഗ്ലീഷ് 20, മാത്സ് 20, മലയാളം 10. അവിടെ ആലോചിച്ച് നോക്കാം.
ഇംഗ്ലീഷിനകത്ത് 20-നകത്ത് 10 വൊക്കാബുലറി. സോ ഈ വൊക്കാബുലറി ഏരിയ സ്ട്രോങ് ആക്കിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ എങ്ങനെ നമുക്ക് രസകരമായിട്ട് വൊക്കാബുലറി പഠിക്കാം? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വൊക്കാബുലറി പഠിക്കാം? സാധാരണ വൊക്കാബുലറി വെറുക്കുന്ന ഒരു സാധനമാണ്, മനസ്സിനകത്ത് നിൽക്കത്തില്ല, മറന്നു പോകും സാധനം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വൊക്കാബുലറി തെറ്റുകയാണ്, ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല, തെറ്റുകയാണ്, ഒരു വൊക്കാബുലറി നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ നിങ്ങളൊരു 10 നിങ്ങൾക്ക് ഇമ്പോസിഷൻ ഇട്ടതുപോലെ നിങ്ങൾ പഠിക്കുക. ഒരു അന്റോണിം തെറ്റാണ്, 10 പഠിച്ചു. ഒരു സിനോണിം തെറ്റുന്നു, 10 പഠിച്ചു. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റുന്നു, 10 പഠിച്ചു. ഒരു സ്പെല്ലിംഗ് തെറ്റുന്നു, 10 പഠിച്ചു. അത് കണക്ക് തന്നെ ഒരു തൂലികാനാമം തെറ്റുന്നു, 10 പഠിച്ചു. എഴുത്തുകാരുടെ നാമവിശേഷങ്ങൾ തെറ്റുന്നു, 10 പഠിച്ചു. ഒരു പര്യായം തെറ്റുന്നു, 10 പഠിച്ചു. ഒരു ഓപ്പോസിറ്റ് തെറ്റുന്നു, 10 പഠിച്ചു. ഒരു സ്പെല്ലിംഗ് തെറ്റുന്നു, 10 പഠിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് തെറ്റിക്കുന്നതോറും ഇമ്പോസിഷൻ കൂടുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ടും ഹരം കൊള്ളിക്കും. തെറ്റ് വരാതിരിക്കാനായിട്ട് മാക്സിമം നമ്മുടെ മനസ്സ് അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് വൊക്കാബുലറി ഏരിയ മൊത്തം സ്ട്രോങ് ആക്കി മാറ്റാം. കാര്യം ഇമ്പോസിഷൻ ഒക്കെ കിട്ടി നിങ്ങൾ കിടിലമാവും. ഏത് വൊക്കാബുലറി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്ക് അറിയാം. അത് തെറ്റാതിരിക്കാൻ മനസ്സ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. വൊക്കാബുലറി ഏരിയ മൊത്തം സ്ട്രോങ് ആവും. ഓക്കെ, പിന്നെ അടുത്ത് മലയാളം അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചാൽ മതി, ഇതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ വെറുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം മാത്സിലേക്ക് വരുമ്പോൾ മക്കളെ 20 മാത്സിലെ ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം മാത്സിൽ നിങ്ങൾക്ക് സ്പീഡ് കൂടാൻ പറ്റും. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. കാര്യം ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയ എക്സ്പീരിയൻസുമായിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടും. എല്ലാ തരം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. വളരെ സമാധാനമായിട്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് മൊത്തം തീർത്ത് പോകാം. അതേപോലെ GK ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് തെറ്റുമ്പോൾ ഒരു GKയിലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ് സങ്കല്പിച്ചോ, നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിയെങ്കിൽ നമ്മൾ പഠിച്ച നോട്ട് എടുത്ത് സൈഡിൽ വെക്കണം. നോട്ട് എടുത്ത് സൈഡിൽ വെച്ചിട്ട് ഓക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, അത് ആ നോട്ടിനകത്തുണ്ടോ, ഓക്കെ നോട്ടിനകത്തുണ്ട്, എന്നിട്ട് അനലൈസ് ചെയ്യുക എന്തുകൊണ്ട് എനിക്ക് തെറ്റി. അങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 2-3 ദിവസങ്ങളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും GKയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നെ തെറ്റിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജിയാണ്. ഈവൻ ഞാൻ തെറ്റിച്ചാൽ നോട്ട് എടുത്ത് ഞാൻ എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും, വീണ്ടും കറക്റ്റ് ആക്കും. ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ് എത്തും. ഓക്കെ, അപ്പോൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്തു. സോ എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. എല്ലാ ദിവസവും ഫസ്റ്റ് എന്താണ്, അഫർമേഷൻ, ഭാവി കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ സെറ്റാക്കി മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ആ ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തി അങ്ങ് വയ്ക്കും. ഓക്കെ, അതിനുശേഷം പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നു, 4-5 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുന്നു, ഒരു PYQ എടുക്കുന്നു, ദെൻ സെറ്റാണോ. എവിടെയെങ്കിലും ഇതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനീ പറയുന്നത് മെയിൻസ് എക്സാമിന് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവത്തില്ല. കാര്യം മെയിൻസിന് അത്യാവശ്യം സിലബസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രിലിംസിന് ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രിലിംസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എഫക്റ്റീവായിട്ട് 5 മണിക്കൂർ ഇപ്പോൾ 2 മണിക്കൂറായി, 3.5 മണിക്കൂർ, അത് കണക്ക് 5 മണിക്കൂർ, 5 മണിക്കൂറിനകത്ത് ഫുള്ള് നമ്മൾ തീർന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ ഇംഗ്ലീഷിനും മാത്സിനൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ എപ്പോഴും നമ്മുടെ പഠിക്കുന്ന സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ 10 മണിക്കൂറിരുന്ന് പഠിച്ചോ 11 മണിക്കൂറിരുന്ന് പഠിച്ചോ അങ്ങനത്തെ ഒരു കാര്യമില്ല. വൈകുന്നേരം നമുക്ക് കിടക്കുമ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭാവിക്ക് എന്തൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഭാവിയിലേക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റി, ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ചു തീർത്തോ, എൻ്റെ ഈ ടു ഡു ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോ, എൻ്റെ റിവിഷൻ ചാർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തോ, എൻ്റെ മോക്ക് ടെസ്റ്റ് ചാർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തോ. ഇപ്പോൾ നമ്മളിപ്പോൾ ബാച്ചിനകത്ത് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഫുള്ള് ഫസ്റ്റ് ഒന്നാമത്തെ ഇതേപോലെ ഒരു മോക്ക് ടെസ്റ്റ്, ഒരു പെർഫോമൻസ് ലോഗ് നമ്മൾ കൊടുക്കും. നമുക്ക് 30 ടെസ്റ്റാണ് നമ്മളിപ്പോൾ ബാച്ചിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് പാക്ക് അതിനകത്ത് ഫുൾ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്, സെഷണൽ ടെസ്റ്റുകൾ മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓരോ ദിവസം ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഗ്രാഫ് കാണും, ഒരു XY ആക്സിസിൽ ഗ്രാഫ് കാണും. X ആക്സിസ് ആണെങ്കിൽ മോക്ക് നമ്പർ ആയിരിക്കും, Y ആക്സിസ് ആണെങ്കിൽ അതിനകത്ത് മാർക്ക് ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഇവർ ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ മാർക്ക് ചെയ്താലും ഒരു ഗ്രാഫ് വരച്ചാൽ അവർക്ക് തന്നെ അവരുടെ പുരോഗതി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാം, നമ്മുടെ പഠിക്കുന്ന കുട്ടിയൊക്കെ മൊത്തം തോന്നണം ഓക്കെ ഞാൻ പഠിക്കുകയാണ്, ഞാൻ എഫേർട്ട് കൊടുക്കുകയാണ്, അതിനൊരു ഹാപ്പിനെസ് അവർക്ക് കിട്ടണം. എന്നാലേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മൾ വെറുപ്പിച്ചിരുന്നാൽ ഒരിക്കലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തത്തില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എപ്പോഴെങ്കിലും ഉഴപ്പുമ്പോൾ മനസ്സിലാക്കണം എന്താണ് ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത. നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണ്, അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അത് നമുക്ക് പോയാലും പിന്നെ പഠിക്കാൻ തോന്നുന്നില്ല. ഓക്കെ,
അപ്പോൾ ഇത്രയും വലിയൊരു ചാൻസ് കിട്ടത്തില്ല. ഇതാണ് എൻ്റെ ലൈഫ് മാറാനുള്ള ഏറ്റവും നല്ല ചാൻസ്. അതാദ്യം മനസ്സിനകത്ത് ഉറപ്പിക്കുക. എന്നിട്ട് 70 ദിവസം അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത്, അയ്യോ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര സെറ്റാണ്, എനിക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലേ ഫ്യൂച്ചർ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഒന്ന് കണ്ണടച്ചിട്ട് കഴിഞ്ഞ 6 മാസം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? ഒന്ന് കണ്ണടച്ചിട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 5 കാര്യങ്ങളെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ 6 മാസം കൊണ്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്ത 5 കാര്യങ്ങൾ എന്നെ എടുക്കാൻ പറ്റുന്നുണ്ടോ? 4 കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? 2 കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? 1 കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? എനിക്കറിയാം ഉത്തരം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അർത്ഥമില്ലാത്ത തിരക്കുകളെല്ലാം ബഹളങ്ങൾ മാത്രമാണ്. ഒരിക്കലും റിസൾട്ട് ഉണ്ടാവത്തില്ല. നമ്മൾ ഈ ആട്ടുകസേരയിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കസേര മുമ്പോട്ട് പോകത്തില്ല, ഒരിക്കലും റിസൾട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം, അടിപൊളിയായിട്ടൊരു സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാൻ ഈ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് പഠിക്കണമെന്ന് നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്ത, സമയം കൂട്ടാത്ത. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ മാർച്ച് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 2. ഓക്കെ, ഇതൊരു പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് ആയിരിക്കും. പ്രിലിംസ് ആവശ്യമുള്ളത് മാത്രമേ കാണത്തുള്ളൂ. ദെൻ മെയിൻസ് ആണെങ്കിൽ ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിലിംസ് മെയിൻസ് ബാച്ച് ആയിരിക്കും ഈ വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചു. അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ബാച്ച് കാണാൻ പറ്റും. ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് കാണാൻ പറ്റും. കയറി ജോയിൻ ചെയ്തോ. അപ്പോൾ ഇനി താമസിക്കേണ്ട, നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ, നന്നായിട്ട് വർക്ക് ചെയ്തോ. നിങ്ങളുടെ എഫേർട്ടിൻ്റെ പകുതി എടുക്കാനായിട്ട് ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ കാണാൻ മക്കളെ. താങ്ക് യു.